ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മുഴുവനായിട്ടും കേട്ടാൽ എന്തുകൊണ്ടാണ് പ്രമേഹം മാറാത്തത്, അല്ലെങ്കിൽ പ്രമേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാത്തത്, ഇതുപോലുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12,000 കൊല്ലത്തിനൊക്കെ മുമ്പ് നമ്മളുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവരന്ന് കൃഷി ചെയ്യുന്നില്ല. 12,000 കൊല്ലത്തിന് മുമ്പ് കൃഷിയില്ല. അവരിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നമ്മളെപ്പോലെ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമല്ല. അപ്പൊ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കൂട്ടത്തിൽ ഒരു മരം കാണും, ചെടി കാണും, അതിന്റെ പഴോ കായോ എന്തെങ്കിലുമൊക്കെ കടിച്ചു തിന്നും. അതുപോലെ തന്നെ പോണ വഴിക്ക് ഒരു മൃഗം ചത്ത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മാംസം ഭക്ഷിക്കും. പക്ഷെ ഇത് എപ്പോഴും കിട്ടണം എന്നില്ല. അപ്പൊ കാട്ടുതീ വന്നിട്ട് മരങ്ങളൊക്കെ നശിച്ചു പോകാം, അല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ മാംസം തന്നെയാണെങ്കിലും മറ്റു മൃഗങ്ങൾ വന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടണം എന്നില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. ഇന്നത്തെ പോലെ ആയുധങ്ങളില്ല, നമ്മളെ ശരീരം വെച്ച് വേണം ഈ വലിയ മൃഗങ്ങളെ നമ്മൾ കീഴ്പ്പെടുത്താനായിട്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ശ്രമിച്ചാലാണ് ഒരു മൃഗത്തിനെ കിട്ടുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്? ആ സമയത്ത് ഫിസിക്കലി നമ്മൾ ഭയങ്കര സ്ട്രെയിൻ എടുത്തിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിന്റെ ഊർജം കൂടുതലും നമ്മളിങ്ങനെ ചെലവഴിക്കുന്നുണ്ട്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ, മരത്തിൽ കയറി കായ് പറിക്കാൻ, മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ആയിട്ട്. വേറൊരു കാര്യം, ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നില്ല. ഇന്ന് കുറച്ച് ആഹാരം കിട്ടി, ഒരു കായ് കിട്ടി, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ മാംസം കിട്ടി, പിന്നെ കുറേ ദിവസം പട്ടിണിയാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ എന്ത് പറ്റും? മരിച്ചു പോകും. ഭക്ഷണം കിട്ടാതെ, അല്ലെ, പട്ടിണി കിടന്ന് മരിച്ചു പോകും. ശരീരത്തിന് ഊർജം കൂടുതലായിട്ട് ചെലവഴിക്കേണ്ടിയും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ, അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരം പരിണാമപരമായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. അതായത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ ആഹാരത്തിൽ നിന്ന് കുറച്ച് മാത്രം ഉപയോഗിച്ച് ബാക്കി വരുന്ന ഊർജത്തെ സംഭരിക്കും നമ്മളുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട്. അതെന്തിനാ? പിന്നീട് ആഹാരം കിട്ടാത്ത ദിവസങ്ങളിൽ ഈ കൊഴുപ്പ് നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഇത് അന്നത്തെ കാലത്ത്, അതായത് കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ അതിജീവനത്തിന് വേണ്ടി നമ്മളുടെ ശരീരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പ്രത്യേകതയാണ്, ഒരു ഇവല്യൂഷൻ എന്നൊക്കെ പറയും. ഇതിനാണ് നമ്മൾ പരിണാമം എന്നൊക്കെ പറയുന്നത്. ആ രീതിയിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. പക്ഷെ നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. 12,000 കൊല്ലങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റി? നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി, നദിയുടെ കരയിൽ താമസിക്കാൻ തുടങ്ങി. അപ്പൊ സെഡൻറ്ററി ലൈഫ്, നമ്മൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആ ഒരു ഇത് മാറി, ഒരു സ്ഥലത്ത് സ്ഥിരതാമസമായി. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് ഫുഡ് കിട്ടാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പൊ നമുക്ക് ഫുഡ് ആവശ്യത്തിൽ കൂടുതൽ ഫുഡുണ്ട്. 3 നേരം അല്ല 5 നേരമൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഒട്ടും ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് അല്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റി? പണ്ട് നമ്മുടെ അതിജീവനത്തിന് വേണ്ടി നമ്മുടെ ശരീരം കൊണ്ടുവന്ന ആ മാറ്റം ഇന്ന് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും. അത് കൊളസ്ട്രോൾ ആകും, നമ്മുടെ അരവണ്ണം കൂടും, അത് ഡയബറ്റിക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലേക്കൊക്കെ വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് പരിണാമപരമായി നമുക്ക് കിട്ടിയൊരു പ്രത്യേകതയാണ്. പക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അത് ഈ പറഞ്ഞ അസുഖങ്ങളായിട്ട് വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് പ്രമേഹത്തിന് മരുന്ന് കണ്ടുപിടിക്കാത്തത്. കാരണം നമ്മൾ ഇൻബിൽഡ് നമ്മളിലുള്ള ഒരു ക്വാളിറ്റിയാണിത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെങ്ങനെ മരുന്ന് കണ്ടുപിടിക്കുക? അല്ലെ പിന്നെ ഈ ജനറ്റിക്കലി എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളായി കണ്ടുപിടിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.